കനത്ത മഴയിൽ യുഎഇയിലെ വിമാന സർവീസുകൾ പൂർണ്ണമായും അവതാളത്തിൽ. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. അടിയന്തര സ്വഭാവമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് യുഎഇയിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ദുബായിലേക്കും തിരിച്ചുമുള്ള ഫ്ലൈറ്റുകൾ എയർ ഇന്ത്യ റദ്ദാക്കി. യുഎഇയിൽ പെയ്ത കനത്ത മഴ 3 ദിവസമായി ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കിയിരിക്കുകയാണ്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി മാത്രമാണ് ഇപ്പോഴും പുനരാരംഭിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൺഫേംഡ് യാത്രക്കാർ മാത്രം വിമാനത്താവളത്തിൽ എത്താൻ ഇന്നും അധികൃതർ നിർദ്ദേശം നൽകി. യാത്രയ്ക്ക് 2 മണിക്കൂർ മുൻപ് മാത്രം എത്താനാണ് നിർദ്ദേശം. ദുബായ് വഴിയുള്ള കണക്ഷൻ വിമാനങ്ങളുടെ ചെക്ക് ഇൻ എമിറേറ്റ്സ് എയർലൈൻസ് ഇന്ന് അർദ്ധരാത്രി വരെ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ദുബായിലേക്കും തിരിച്ചുമുള്ള ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചു. ഈ മാസം 21 വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യുന്നതിന് ഒറ്റത്തവണ ഇളവും ടിക്കറ്റ് റദ്ദാക്കുന്നതിന് മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. കേരളത്തിൽ നിന്നും ദുബായിലേക്കുള്ള വിമാനങ്ങളുടെ സർവീസ് ഇന്നും തടസ്സപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് ദുബായ് വഴി യുകെയിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടവർ ടിക്കറ്റ് തുക ആവശ്യപ്പെട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിൽ തന്നെ തിരിച്ചിറക്കി. യാത്രക്കാർക്ക് റീഫണ്ട് ചെയ്യാൻ തയ്യാറാണെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകുന്നതുവരെ അടിയന്തര സ്വഭാവമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ ദുരിതത്തിലായ ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാൻ ദുബായിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഹെൽപ്പ് ലൈൻ നമ്പറുകളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മഴക്കെടുതിയിൽ യുഎഇയിൽ മരണം 4 ആയി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 ഫിലിപ്പൈൻ സ്വദേശികളുടെ മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ട് നീക്കി ജനജീവിതം സാധാരണ നിലയിലാക്കാൻ ശ്രമങ്ങളും യുഎഇയിൽ ഊർജിതമായി നടക്കുകയാണ്. 24 Dubai.